നമ്മളോടൊപ്പം ഇപ്പൊ ഈ ഇതിലെ പരാതിക്കാരനായ മണികണ്ഠൻ കൂടെ ചേരുകയാണ്. ശ്രീ മണികണ്ഠൻ, അങ്ങാണ് ഇതിലെ പരാതിക്കാരനെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പൊ അന്ന് അത്തരത്തിൽ ഈ സ്വർണ്ണ കൊടിമരം പണിയുമ്പോൾ ആ പണിത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പരിശുദ്ധി എത്രത്തോളമാണ്, ഇത് കറക്കാൻ സാധ്യതയുണ്ടോ, ഇതിൽ മറ്റു ലോഹങ്ങളുടെ സാമീപ്യമുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാൻ സാധിക്കുമല്ലോ, ആരാണോ അത് പണിതത്. അപ്പോ അത്തരത്തിൽ അന്ന് ഒന്നും പറഞ്ഞിരുന്നില്ലേ? അതായത് ഞാൻ ചോദിക്കുന്നത്, പരിശുദ്ധമായ സ്വർണം കൊണ്ടായിരുന്നു അന്ന് ഇത് പണി നടന്നിരുന്നത്? അല്ല, ബോർഡ് വിജിലൻസ് ഫോറൻസികം കൊണ്ട് പരിശോധിപ്പിച്ചപ്പോൾ അത് 19.1 ഉള്ളായിരുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. 19.1 ഉള്ളായിരുന്നു ഫോറൻസിക് പരിശോധിച്ചപ്പോൾ. ഓക്കെ. അപ്പൊ ഇപ്പോ ഈ അങ്ങാണ് പരാതിക്കാരൻ. ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് പറയുമോ? 2013 നടന്ന ഒരു സംഭവമാണ്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ, ഇപ്പോഴും ഈ സ്വർണം സ്റ്റോർ റൂമിലാണ് ഇരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഏത് തരത്തിലുള്ളൊരു മറുപടിയാണ് ഇങ്ങനെ പരാതി വരുമ്പോഴൊക്കെ ദേവസ്വം ബോർഡിന്റെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്? ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് വളരെ അനാസ്ഥയാണ് കാണിച്ചത്. കാരണം ഈ കൊടിമരം പരിശോധിച്ച് ഇതെല്ലാം വിജിലൻസ് റിപ്പോർട്ട് ഹൈക്കോടതി കൊടുത്തപ്പം ചെമ്മണ്ണൂർ ജുവലറി ഇത് സ്ഫുടം ചെയ്ത് കൊടുത്തത്. ചെമ്മണ്ണൂർ ജുവലറി സ്ഫുടം ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ കൊണ്ടൊരു ഹർജി ഫയൽ ചെയ്തു. അവരുടെ സ്ഥാപനത്തെ ബാധിക്കും. അവർ 100% സ്വർണ്ണമാണ് കൊടുത്തത്. അത് കാക്കനാട് പരിശോധിക്കണമെന്ന്. അങ്ങനെ കാക്കനാട് പരിശോധിച്ചപ്പോൾ അത് 100% സ്വർണ്ണമാണെന്ന് പറഞ്ഞ് അവർ റിപ്പോർട്ട് കൊടുത്തു. അതിന്റെ അകത്ത് പോലീസൊന്നും കസ്റ്റഡിയിലെടുത്തല്ല ഇത് പരിശോധിക്കാൻ കൊടുത്തത്. കാരണം എന്ന് വെച്ചാൽ അവരുടെ ആൾക്കാർ തന്നെ വന്ന് ദേവസ്വം ബോർഡിന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അവർ തന്നെ ഇത് കട്ട് ചെയ്ത് നമ്മുടെ മുട്ടായി ഭരണിയിൽ ഇട്ടുകൊണ്ട് ഈ കാക്കനാട് കൊണ്ടുപോയത്. അപ്പൊ എന്നെ വിളിപ്പിച്ച് ഞാനും അവിടെ ചെന്ന് എന്റെ സാന്നിധ്യത്തിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അപ്പൊ ഞാൻ അന്ന് ചോദിച്ചു, ഇത് പോലീസല്ലേ കസ്റ്റഡി എടുക്കലെന്ന് ചോദിച്ചപ്പോൾ അത് ഹൈക്കോടതി പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ സ്റ്റേറ്റ് വിജിലൻസ് അന്വേഷിച്ചത്. സ്റ്റേറ്റ് വിജിലൻസ് അന്വേഷിച്ചപ്പം BSc വിക്രാസാരാഭായി പരിശോധിപ്പിച്ചു വിജിലൻസ്. പരിശോധിച്ചപ്പം കറുത്തേന്റെ അടി സ്വർണ്ണമാണെന്നാണ് റിപ്പോർട്ട് കൊടുത്തേക്കുന്നത്. ഇത് ഒരു ദേവസ്വം ബോർഡിന്റെ കോൺട്രാക്ട് എടുത്ത ആളാ. അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതുണ്ടാക്കുന്ന വ്യക്തി വർഷങ്ങളായി ഇതിൽ അനുഭവ പരിചയമുള്ള വ്യക്തി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണപ്പാളി അകത്താണോ, അതിന് പുറത്തുള്ള ഭാഗം മാത്രമാണോ കറുത്തത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹവുമായി ഒന്ന് അന്വേഷിച്ചറിഞ്ഞിരുന്നില്ലേ? ഇല്ലല്ല, ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടില്ല. തിരുവാഭരണ കമ്മീഷണറാണ് എന്റെ ഉത്തരവാദിത്തം. അന്ന് അനിത മാഡമാണ് തിരുവാഭരണ കമ്മീഷണർ. അപ്പൊ അവര് പറഞ്ഞെന്ന് കഴിഞ്ഞാൽ ഇത് 30 ദിവസം കൊണ്ടാണ് ചെയ്തത്, 6 ദിവസം കൊണ്ടാണ് ഇത് ചെയ്തതെന്നാണ് റിപ്പോർട്ട് കൊടുത്തത്. അതിന്റെ പെട്ടെന്ന് ചെയ്തതുകൊണ്ടാണ് ഇത് മെൽക്കുറി കൂടി പോയത് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നും പറഞ്ഞാണ് അവർ പറഞ്ഞത്. അതിനുശേഷം പിന്നെ ഏതൊക്കെ തരത്തിൽ ഇപ്പോ ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചു, സ്റ്റേറ്റ് വിജിലൻസ് അന്വേഷിച്ചു. നമുക്കറിയാം ഇവർക്കൊക്കെ അന്വേഷണത്തിൽ ചില പരിമിതികളുണ്ട്. മറ്റ് ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന ആവശ്യമൊക്കെ പറഞ്ഞിരുന്നോ? വേറെ ഏജൻസിക്കുള്ള അന്വേഷിക്കണമെന്ന് ഞാൻ വിജിലൻസ് കോടതിയിൽ പറഞ്ഞായിരുന്നു. വിജിലൻസ് കോടതിയിൽ അതൊന്നും അംഗീകരിച്ചില്ല. അപ്പം ആ അവസരത്തിൽ എന്റെ വക്കീലദ്ദേഹം മരിച്ചുപോയി. അപ്പൊ ഇത് ഈ നിർമ്മിച്ച ആളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കിട്ടാൻ വഴി ഉണ്ടോ? കാരണം അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ കൃത്യമായ ഒരു മറുപടി പറയാൻ അദ്ദേഹത്തിനാവുമല്ലോ. കാരണം അത് ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം വെച്ചാൽ അത് ദേവസ്വം ബോർഡിന്റെ അടുത്ത് ചോദിച്ചാലേ അത് അറിയത്തുള്ളൂ. ഞാൻ അതിന്റെ എതിർ കക്ഷിയല്ലേ. അതെ. എന്തായാലും 6 കിലോ സ്വർണം നിലവിൽ ഇപ്പോ ആ ഇരിക്കുന്ന സ്റ്റോറിൽ ഇരിക്കുന്നു എന്ന് പറയുന്ന സ്വർണം, അത് ഉരുക്കിയാൽ 2 കിലോയിൽ താഴെ ഉള്ളെന്നാണ് പറയുന്നത്. എങ്കിൽ ബാക്കി 4 കിലോ എവിടെ പോയി? 6 കിലോ സ്വർണം കൊടുത്താണല്ലോ 3 6 കിലോ. അതിൽ ഇത്രയും കുറവ് എങ്ങനെ വരുമെന്നൊരു ചോദ്യമില്ലേ? അല്ല, അത് നമുക്കൊന്നും അത് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് ഇവിടെ കൊടിമരം പുനഃസ്ഥാപിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ പറ ഈ BSSC പരിശോധിച്ചായിരുന്നു. BSSC പരിശോധിച്ച പറയാണ് ഇത് ഹരിപ്പാട് ഷോറൂമിൽ ഇരിക്കുന്നത്. ഇത് പരിശോധന കഴിഞ്ഞിട്ട് ഇത് റിട്ടേൺ ചെയ്യണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇവർ പാലിക്കുന്നില്ല. ഇവര് ഈ പറ റിട്ടേൺ ചെയ്യേണ്ടതിന് പകരം 1/2 കിലോ സ്വർണ്ണമുണ്ട് ഇതിന്റെ മെയിൻ്റെനൻസ് ചെയ്യാൻ. അപ്പൊ നമ്മൾ 4 പറയ്ക്കകത്തൊന്ന് ചെറിയൊരു അംശം മാത്രമേ വിജിലൻസ് തന്നെടുത്ത് വിക്രാസാരമായി കൊടുത്തിട്ട് 1/2 കിലോ സ്വർണ്ണമാണ് നമ്മുടെ അവിടെ ഇരിപ്പുണ്ട് ഇതിന്റെ ബാലൻസ്. അതുകൂടെ എടുത്ത് ഇത് മെയിൻ്റെനൻസ് ചെയ്ത് ഇടണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് ദേവസ്വം ബോർഡ് നാളെ ഇതുവരെ പാലിക്കുന്നില്ല.
അല്ല, ഈ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ടെങ്കിൽ അത് പാലിക്കാൻ ബാധ്യസ്ഥരാണല്ലോ ദേവസ്വം ബോർഡ്. അത് പാലിക്കുന്നില്ലെങ്കിൽ അടുത്ത നിയമ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതല്ലേ? പോകുമല്ലോ. ആ സമയത്ത് ഇവര് ഇത് ഉരുക്കിയെടുക്കുന്നതിന് വേണ്ടി ഇലക്ട്രിക് പ്ലേറ്റിന് വേണ്ടി ഒരു നീക്കം നടത്തി. അപ്പൊ അതിന്റെ ഭക്തജനങ്ങൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഹൈക്കോടതിയിൽ അറിയിച്ചു. ഹൈക്കോടതിയിൽ അറിയിച്ചപ്പോൾ കോടതി പറഞ്ഞ് ഇപ്പൊ താൽക്കാലികമായിട്ട് ഇത് പിന്നീട് നമുക്ക് ഇത് വിശദമായിട്ട് കേൾക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, അപ്പൊ നിലവിൽ എന്താണ് തീരുമാനം? ഇപ്പോൾ അവിടെ പ്രതിഷേധമൊക്കെ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇനി ഇപ്പോൾ ഹൈക്കോടതിയെ ഒരിക്കൽ ഇത് അറിയിച്ചതാണ്, ഹൈക്കോടതി അതിന് ചില മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഏത് രീതിയിൽ ഇതും ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നതിനപ്പുറമായി നിയമ നടപടികൾ ഇതിനൊരു ഉത്തരം വേണമല്ലോ. വീണ്ടും ഞങ്ങൾ ഹൈക്കോടതി സമീപിക്കാനായിട്ട് ഒരുങ്ങുവാണ്. അപ്പൊ നമുക്ക് തിരിച്ച് ഈ പറ ശാസ്താംകോട്ട അമ്പലത്തിൽ കൊടിമരം സ്ഥാപിച്ചു തന്നാൽ മതി എന്നുള്ളതിനപ്പുറമായി ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം അങ്ങേക്ക് അറിയാം. അതേ രീതിയിൽ ഭക്തർ കൊടുക്കുന്നതാണെങ്കിലും സ്പോൺസേഴ്സ് കൊടുക്കുന്നതാണെങ്കിലും ഒക്കെ വരുന്ന ഈ സ്വർണത്തിനൊന്നും ഒരു കണക്കില്ലാത്ത രീതിയിൽ അത് നഷ്ടമാകുന്ന രീതിയിൽ ഇത് എവിടെയൊക്കെയോ പോകുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു അഴിമതിയല്ലേ? അഴിമതി നടന്നിട്ടുള്ള സംശയത്തിന്റെ പുറത്താണ് നമ്മൾ ഹൈക്കോടതി സമീപിച്ചത്. അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അതെ, പക്ഷേ അത് ഈ കൊടിമരത്തിനകത്ത് പരിശോധന നടത്തിയതിനകത്ത് സ്വർണ്ണമാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പം വിക്രാസാരാഭായി പരിശോധിച്ചതിന്റെ മുകളിൽ ഒരു ANC അന്വേഷിക്കണം, പരിശോധിക്കണം ഇത്. ഇപ്പോൾ ഇത് കാക്കനാട് പരിശോധിച്ചതിന് ശേഷം ഒരു അനുമാനം വരുന്നു, അതിനുശേഷം VSSയിൽ പരിശോധിക്കുന്നു, അവിടെ ഒരെണ്ണം വരുന്നു. അപ്പോൾ ഇനി മൂന്നാമതൊരു പരിശോധന കൂടി വേണം എന്നാണ് പറയുന്നത്. പക്ഷെ പരിശോധന വേണമെന്ന് പറയുമ്പോഴും ഇപ്പോൾ നിലവിലുള്ള സാധനമാണല്ലോ കൊണ്ട് പരിശോധിപ്പിക്കുന്നത്. നിലവിലെ നമ്മുടെ ഈ സ്വർണ്ണപ്പറ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം പരിശോധിക്കണം. അതാണ് നമ്മുടെ ഈ സ്വർണ്ണപ്പറ എവിടാണെന്നുള്ളത് പരിശോധിപ്പിക്കണം, എവിടാണെന്നുള്ളത് അറിയണം. ഇവര് പറയുന്ന ഹരിപ്പാട് ഷോറൂമിൽ ചാക്കിനകത്ത് കെട്ടിവെച്ചിട്ടുള്ളതാണ് അടുത്ത സമയത്ത് ഞാൻ വിവരാശം ചോദിച്ചപ്പോൾ തന്നിട്ടുള്ളത്. അത് തന്നെയാണ് ശ്രീ മണികണ്ഠൻ. കാരണം ഈ ശബരിമലയിലും ഹൈക്കോടതി ചോദിക്കുന്ന ചോദ്യങ്ങളും അത് തന്നെയാണ്. ഇത്ര അലക്ഷ്യമായി ക്ഷേത്ര സ്വത്ത് സ്വർണ്ണ നാണയങ്ങളൊക്കെ ചാക്കിൽ കെട്ടിവെച്ചിരിക്കുകയാണെന്ന് പറയുന്നത്. ഇതിനൊരു കണക്കില്ലേ? നിങ്ങൾ ഇതൊന്നും പരിശോധിക്കാറില്ലേ? എന്തൊക്കെ സാധനങ്ങളില്ലേ? എന്നതൊക്കെ ഹൈക്കോടതി ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത് ഇത്തരത്തിൽ എല്ലാ ക്ഷേത്രങ്ങൾക്കും ഇത് ബാധകമാണെന്നിരിക്കെ ഇങ്ങനെ എന്താണ്, എവിടെയാണുള്ളത്, എത്രമാത്രമുണ്ട്, ഇതിന്റെ പരിശുദ്ധി എന്താണ്, ഇതിനൊക്കെ ഒരു കണക്കും ഒരു വ്യവസ്ഥയും ഒക്കെ വേണ്ടേ? ഈ ബൈജു എന്ന് പറയുന്ന അന്നത്തെ സെക്രട്ടറി ഇത് പരിശോധിച്ച് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് ഒരു റിപ്പോർട്ട് കൊടുത്തത് ദേവസ്വം ബോർഡിന്. ശരി, അങ്ങ് തുടരുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.